അല്പം പ്രഷർ വേണ്ടി വന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ. ഈ ഓണം കയറാൻ മൂലയിൽ എന്തോന്ന് അട്രാക്ഷൻ ഒന്നോ, എയർ പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് നല്ല ശുദ്ധമായ വായു കിട്ടും. തന്നെയുമല്ല, അതിസുന്ദരികളുള്ള നാടാടോ ഇത്, അതിൻ്റെ അട്രാക്ഷൻ ഒന്ന് വേറെ. ആ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ആ കാര്യം ഇപ്പോൾ വന്ന കാലിൽ തന്നെ പുറത്ത് പോണ്ട്. ആ പിന്നെ വിളിക്കാം സർ. എന്താടോ തനിക്കെന്തിനാ ഇത്ര ടെൻഷൻ? ആരായാലും എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കാണാൻ നോക്കൂ. കുറെ നേരമായിട്ട് അവർ കാത്തു നിൽക്കുന്നു സർ. നിക്കട്ടടോ, കഴിക്കുമ്പോൾ എവിടെങ്കിലും ഇരുന്നോളും. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കുഴമ്പെടുത്ത് ആ കാലങ്ങ് തിരുമ്മിക്കൊടു. എവിടെയാ പാച്ചുവും ഗോപാലിനും പോയോ? ഇല്ല, തന്നോട് 2 വാക്ക് പറയാതെ പോകാൻ നിശ്ചയിച്ചിട്ടില്ല. വിരിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, അതിനിടയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. ഇതുപോലെ യൂണിഫോം ഇട്ടാൽ താൻ പറഞ്ഞ ആ പാച്ചുവിന്റെ റാങ്ക് എന്താണെന്നറിയാവോ? 132.5 കിലോമീറ്റർ ദൂരെ അങ്ങേരെത്തിയെന്നറിഞ്ഞാൽ താൻ ഇവിടെ സല്യൂട്ട് അടിച്ച് നിൽക്കും. ദാ ഇങ്ങനെ. കുറെ നാൾ ഈ കാക്കി ഞാൻ വിട്ടതാ, അതുകൊണ്ട് പറയാൻ പാടില്ല. എന്നാലും പറയാതെ പറ്റില്ല. ഈ ലോകത്ത് ഒരിക്കലും നേരെയാകാത്ത 2 എണ്ണേ ഉള്ളൂ. ഒന്ന് പട്ടിയുടെ വാലും, മറ്റേത് ചാക്കോ. ഹലോ. ഫാദർ മരിച്ചപ്പോൾ ഞാനൊരു കണ്ടോളൻസ് അയച്ചിരുന്നു. ഇപ്പം ഏതായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എൻ്റെ അനുശോചനങ്ങൾ. ഹൗ ഈസ് യുവർ മദർ ആൻഡ് സിസ്റ്റർ? ഞാനും താങ്കളുടെ ഫാദർ മിസ്റ്റർ ദേവദാസും തമ്മിൽ പലതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും വ്യക്തിപരമായിരുന്നില്ല. അദ്ദേഹം എന്നോട് പലപ്പോഴും വാശിയോടെ മത്സരിക്കുമായിരുന്നു. അതെന്തിനാണെന്നറിയില്ല, പക്ഷേ എനിക്കൊരിക്കലും വാശിയോ മത്സരമോ ഉണ്ടായിട്ടില്ല. അനിയൻ ഇപ്പോൾ കാണിച്ച് ഏതായാലും ശരിയായില്ല. ആരോടായാലും കുറച്ചുകൂടെ ഹ്യൂമൻ ആവണ്ടേ? യുവർ ജോബ് ഡിമാൻഡ്സ് ഇറ്റ്. വീറും വാശിയൊക്കെ ആവാം, ബട്ട് ഓൺ ഹെൽത്തി ഗ്രൗണ്ട്സ്. ചെറുപ്പത്തിൽ സർവീസിൽ കയറിയാൽ നാക്കിനും വാക്കിനും ഒക്കെ ഒരു അല്പം വകതിരിവ് കുറയും. അതുകൊണ്ടാണല്ലോ ആളും തരവും നോക്കാതെ പെരുമാറുന്നത്. ടു ബാഡ്. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ജന്മം പാഴായി. വരട്ടെ. എന്താണോ കുഴിവെട്ടി? കച്ചവടമൊക്കെ എങ്ങനെ? വളരെ മോശമാണ് സാർ. താനെന്താ ഇവിടെ? ഞാനിവിടെ മുതലാളി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എടുത്തോ. കേരള ഭൂട്ടാൻ ജംബോ ജെറ്റ്, ജയ് മാതൃഭൂമി, ഓണം ബമ്പർ, ഓണം ബമ്പർ, നാളെ നാളെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതിന്റെ പിറ്റന്നാൾ. മതി 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 മതി. എന്നാ മതി. ഇതൊക്കെ വെച്ച് മടക്കിയിട്ട് താൻ വല്ല സൂപ്പറിലോട്ടോ നോക്കണോ? തരൂല്ലേ? കുഴിവെട്ടിക്കിട്ട് കുഴി വെട്ടല്ലേ, എല്ലാം കഴിഞ്ഞ ലോട്ടറിയാ, കൊണ്ടുപോയിക്കോ. തെറ്റ. ഇരിക്കേ. ഓ പിന്നെ 4 ചില്ലെറിഞ്ഞ് പൊട്ടിച്ച സ്വാമി പേടിച്ച് വരണ്ട് നാട് വിടും. തൻ്റെയൊക്കെ ഈ ബുദ്ധി ഉണ്ടല്ലോ, കൊണ്ട് വിനാഗിരിയിൽ ഇട്ട് വെക്കേ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നേക്കുമായി അയാളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ? പിന്നെ ഒരു 10-25 ലക്ഷം രൂപ ചെലവാവും. പറ്റിയാളിനെ ഞാൻ തരാം. ഗഡ്സ് ഇല്ല. അപ്പൊ പിന്നെ ഈ മരപ്പെട്ടി, ചീങ്കണ്ണി, കടുവ ഇവയുടെയൊക്കെ മുഖം മൂടി ഇറങ്ങിയിട്ടുണ്ട് പിള്ളേരെ പേടിപ്പിക്കാൻ. അതിട്ട് അയാളെന്ന് വരട്ടെ നോക്ക്. ചിലപ്പം സ്വാമി പേടിച്ച് സ്ഥലം വിട്ടേക്കും. ധൈര്യശാലികളെ. പട്ടുപിടിച്ചോ ഒരു CBI ഓഫീസറെ ചുമ്മാ തട്ടിക്കളയാനേ. ബലത്തിനല്ല, ആപത്തുണ്ടാക്കാനാ ഇവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നേ. താ നോക്കിക്കൂ. പിന്നെ മറ്റെന്തൊക്കെയോ സംസാരിച്ച് വന്ന കാര്യം പറയാൻ വിട്ടുപോയി. ആ ബാഹുലേനെ കണ്ട് സ്വാമിയും കൂട്ടരും എത്തിയിട്ടുള്ള വിവരം അറിയിക്കണം. കുറച്ച് ദിവസം ലീവ് എടുത്ത് മാറി നിൽക്കുന്നതാണ് നല്ലത്. കറങ്ങിത്തിരിഞ്ഞ ആ പട്ടർ അയാളിലെത്തും, അത് ഉറപ്പ്. ബാഹുലേയൻ തകടം മറിഞ്ഞാൽ ഒരു ദൈവത്തിനും രക്ഷിക്കാൻ കഴിയില്ല നമ്മളെ. അതെ, ഞാനല്പം ബിസിയാ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എവിടെ വർക്കേ? ഞാനൊന്ന് ഇരിയടോ. CBI-യോ FBI-യോ ആര് വേണമെങ്കിലും വരട്ടെ, ഇനി ഞാൻ അവരെ അങ്ങോട്ട് പോയി കാണണോ? അതിനും റെഡി. താൻ ധൈര്യമായിട്ടിരിക്കണോ. ബാഹുലേയം കക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാനും പഠിച്ചിട്ടുണ്ട്. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് കുറച്ചുനാൾ ലീവ് എടുത്ത് മാറി ഒന്നുകൂടെ.
ഒന്ന് മനസ്സിലാക്കൂ ബാഹുലയ പ്ലീസ്. ആരാ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അടിയോടി എന്ന് പറഞ്ഞാൽ അറിയാം. മനസ്സിലായി, ഞാൻ പറയാം. ആ ദുഷ്ടൻ അമ്മാവനെയും മക്കളെയും ശരിക്കും വിഷമിപ്പിച്ചു അല്ലേ? എന്താ പോലീസുകാരന്റെ പേര്? ആ, സത്യദാസ് അതല്ലേ പേര്? ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. മാഷു അമ്മാവനെ പോലെ സാത്വികനാ, വയലൻസ് ഒന്നും പറ്റില്ല. മര്യാദക്ക് 2 ചീത്തവാക്ക് പറയാൻ പോലും കിട്ടില്ല മൂപ്പരെ. വരൂ, അകത്തോട്ടിരിക്കാം. മാഷേ, മരിച്ചുപോയവരെ കുറിച്ച് സത്യമായാൽ പോലും അപ്രിയമായത് പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ഇരിക്കെ. കഴിഞ്ഞ ദിവസം മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോയെന്ന് സാറ് ചോദിച്ചപ്പോൾ ഞാൻ ഒരാളെ വിട്ടുപോയി. ശത്രു എന്ന് പറഞ്ഞുകൂടാ, വിരോധമുള്ള ആള്. ആരായാള്? നേരായ ബന്ധത്തിലല്ലാത്തൊരു മകൻ മാണിക്കുഞ്ഞിനുണ്ട്, മോനിച്ചൻ. വേലക്കാരിയാണെങ്കിലും അമ്മിണി സുന്ദരിയായിരുന്നു. മാണിക്കുഞ്ഞ് അന്ന് ചെറുപ്പം. എപ്പോഴോ നിയന്ത്രണം വിട്ട ആ ബന്ധത്തിൽ അമ്മിണി ഗർഭിണിയായി. വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞ് അമ്മിണി വീടിന് പുറത്ത്. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അതാണ് മോനിച്ചൻ. മോനിച്ചനിപ്പോ എവിടെ ഉണ്ട്? അമ്മിണിയുടെ മരണശേഷം മോനിച്ചൊരു റേഷൻ കടയൊക്കെ തുടങ്ങി. എന്നിട്ട് മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് മോനിച്ചനും മാണിക്കുഞ്ഞും പള്ളിയിൽ വെച്ച് എന്തോ 1-2 പറഞ്ഞ് വഴക്കായി. അതിന്റെ പേരിൽ മാണിക്കുഞ്ഞ് മോനിച്ചനെ ഏതോ കള്ളക്കേസ് കുടുക്കി. പോലീസുകാർ മോനിച്ചനെ കണക്കിന് തല്ലും ചെയ്തു. അന്നവൻ അതിന് പകരം ചോദിക്കുന്നു പറഞ്ഞിരുന്നു. ഈ മോനിച്ചനിപ്പോഴും നാട്ടിലുണ്ടോ? ഉണ്ട്. എന്താ അടിയോളി, പേടിച്ചോ? ആ, ഈ ഭാഗത്തൊക്കെ ഒരു തെണ്ടൽ. ഞാൻ ആ പട്ടരെ കണ്ടിട്ടുള്ള വരവാണല്ലേ? എന്തൊക്കെ ശബ്ദിച്ചു അയാളുടെ മുന്നിൽ. 2 വിട്ടിട്ട് ഇനിയും കയറി വരും തന്റെ വീട്ടില്, അന്നത്തെ പോലെ അത്താഴ സമയത്ത്. പക്ഷേ നേരം പുലർന്നിട്ട് തിരിച്ചു പോരും, ചില്ലറ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. എന്താ, വരട്ടെ? വേണ്ട, വരണ്ട. ആ, എങ്കി പറ, അയാൾ എന്തൊക്കെ ചോദിച്ചു, താൻ എന്തൊക്കെ പറഞ്ഞു? പിന്നെ പറയണോ? വണ്ടി എടുക്ക്, വണ്ടി എടുക്ക് സത്യദാസേ. അടിയോടി, നേരെ ഇന്ന് റൂറൽ എസ്പി കാണണം. എന്നിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. പേടിക്കണ്ട, ഇനി ഒരു പുഴു പോലും ആ മുറ്റത്ത് കയറില്ല. അടിയോടിയോടൊരു വാക്ക് സംസാരിക്കാൻ ധൈര്യപ്പെടില്ല. ഞാനല്ലേ പറയുന്നേ, ധൈര്യമായിട്ട് പൊക്കോളൂ. പൊക്കോളൂ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവാലോ.